ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും കുറച്ച് ദിവസം മുമ്പ് എടുത്ത് വെച്ചൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. ലീവുള്ള ദിവസം എടുത്തതായിരുന്നേ, പിന്നെ അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയതാണേ. അപ്പോൾ രാവിലെ നേരത്തെ എണീച്ചിട്ടില്ല, കാരണം ലീവുള്ള ദിവസമാണല്ലോ നമുക്ക് കുറച്ച് ഉറങ്ങാൻ പറ്റുക. എന്നാലും ഞാൻ റസ്ലൂന് മദ്രസയിൽ പോകാനാകുമ്പോഴത്തേന് എണീച്ചു കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ദോശയാണ് ഉണ്ടാക്കിയത്. ദോശയ്ക്ക് നല്ലൊരു അടിപൊളി ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്താ തേങ്ങയ്ക്ക് വില അല്ലേ, അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും ഒരുപാട് ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ റെസിപ്പി ഒന്ന് പോയി കണ്ടു നോക്കണേ. പിന്നെ റസ്ലൂന് ഇതാ സ്കൂൾ ബസ് കയറ്റി വിടാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇക്കാൻ്റെ വണ്ടിൻ്റെ സൗണ്ട് കേട്ടതും അവൻ ഓടിപ്പോണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഉമ്മച്ചിക്കും ഉപ്പച്ചിക്കും ലീവല്ലേ, അപ്പോൾ ഞാനും ലീവാക്കിക്കോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. ഒന്നും നടക്കില്ല എന്ന് ആയപ്പോഴേ ആളിതാ ബസ് കയറിപ്പോയി. പിന്നെ നമുക്ക് വില്ലേജിലും അക്ഷയയിലും ബാങ്കിലൊക്കെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതിനൊക്കെ പോയി വന്ന ശേഷം കേട്ടോ ഞാനിതാ കുക്ക് ചെയ്യണത്. ലീവുള്ള ദിവസം എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. ഇന്ന് നമ്മൾ നെയ്ച്ചോറാണ് വെക്കുന്നത്. നെയ്ച്ചോറ് നല്ല അടിപൊളി ബീഫ് വരട്ടിയെടുത്ത കറിയും കേട്ടോ. അപ്പോൾ നെയ്ച്ചോറിന് ഞാനിതാ പട്ടയും ഗ്രാമ്പൂ ഏലക്കായൊക്കെ ഒന്ന് എണ്ണയിൽ നെയ്യിലിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം അതിലോട്ട് ഒരു സവാള അരിഞ്ഞിട്ട് കൊടുത്തു. 2-3 പച്ചമുളക് മുഴുവനോട് ഇട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു പാത്രമായിരിക്കും 2 പാത്രം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കി അരിയും കൂടി ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയില പുതിനയൊക്കെ ലാസ്റ്റ് മേലെ കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ ഇവിടെ റെഡിയായി. അത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടെ നിൽക്കുക. ഓക്കെ ബൈ, ടാറ്റാ.